ട്രംപിൻ്റെ സമാധാന ഗീർവാണ പ്രഭാഷണവും പ്രൊഡക്റ്റീവ് ടോക്കിലുമൊന്നും തങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് ഇറാൻ. എണ്ണവില പിടിച്ചു നിർത്താൻ നടത്തുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗം മാത്രമാണിതെന്നും അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രതിരോധം കരുത്തോടെ തന്നെ നിലനിർത്തുമെന്നും ഇറാൻ പ്രഖ്യാപിക്കുമ്പോൾ കാലമേ നീ തന്നെ സാക്ഷി, കാലമേ നീ തന്നെ സാക്ഷി, കാലമേ നീ തന്നെ സാക്ഷി. ഓർക്കണം, യഥാർത്ഥത്തിൽ എണ്ണവില എന്ന് മാത്രം പറഞ്ഞുകൂടാ. എണ്ണ ചൂടാണ് ഇപ്പോൾ ട്രംപിന്. നല്ല ചുട്ടുപഴുത്ത പാളമുണ്ടല്ലോ, ആ പാളത്തിൽ എണ്ണ നമ്മൾ പുരട്ടിയിട്ട് അതിലേക്ക് ഈ പൊറോട്ടയും അതുപോലെ മറ്റു പലതുമൊക്കെ ചുടാൻ നമ്മൾ ഇടുമ്പോൾ എന്നൊരു സൗണ്ട് കേൾക്കാറില്ലേ? അതുപോലെ എണ്ണ തിളച്ച ഒരു പ്ലേറ്റിലേക്ക് ട്രംപിനെ അങ്ങോട്ട് പിടിച്ചിരുത്തിയാൽ എന്തുപോലെയാകുമോ അതുപോലെയായി അദ്ദേഹത്തിൻ്റെ ഒരവസ്ഥ. എല്ലാവരാലും വെറുക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തപ്പെട്ടു. എങ്ങും ഒരു എത്തും പിടിയുമില്ലാത്ത അവസ്ഥ. ഗത്യന്തരമില്ലാതെയാണ് ഇപ്പോൾ ഒരു താൽക്കാലിക ഇടവേള എന്ന പേരിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോകത്തുള്ള ഒരുപാട് യുദ്ധവിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇനി ഇയാളിത് റീസ്റ്റാർട്ട് ചെയ്യില്ലെന്നാണ്. പക്ഷേ ഇറാൻ ഇപ്പോഴും അയാളെ വിശ്വാസമില്ല. ഇറാൻ വിശ്വസിക്കാതിരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വാക്കിനും പ്രവൃത്തിക്കും യാതൊരു നെറിയും വെറിയുമില്ലാത്ത ഒരു യുദ്ധവെറിയും ആക്രമണവാസനയും ഒക്കെ നിറഞ്ഞ ഒരു വ്യക്തിത്വമാണ് അയാളെന്നാണ് ലോകം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ ആർക്കും ഈ പറയുന്ന ബോധ്യങ്ങളില്ല. എന്ത് പറയും എന്ത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു നിലവാരവുമില്ല. ഇവിടെ എണ്ണയുടെ വില ഗണ്യമായി ഉയർന്നതോടുകൂടി എല്ലായിടങ്ങളിലും ചൂട് തട്ടി. നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ പറഞ്ഞു കേട്ടില്ലേ, സമാധാനമാണ് ലോകത്തിന് വേണ്ടത്, സമാധാനത്തിന് വേണ്ടി നിലകൊള്ളും എന്നൊക്കെയാണ് പറഞ്ഞത്. എന്താ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുമെന്ന് പറയാൻ കാരണം, അദ്ദേഹം ഉദ്ദേശിച്ച ചേരി ജയിച്ചില്ല, പരാജയപ്പെടുന്നു. ആ പരാജയപ്പെടുമ്പോൾ പിന്നെ ഏറ്റവും നല്ലത് സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുക എന്നതാണ്. അങ്ങനെ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളെന്ന പ്രഖ്യാപനവും അവിടെ നടന്നു. മിഡിൽ ഈസ്റ്റിൻ്റെ എല്ലാ തരത്തിലുള്ള കോൺഫിഡൻസും ഈ ഇറാൻ ആക്രമണം തകർത്ത് കളഞ്ഞു. ഇറാൻ മിഡിൽ ഈസ്റ്റിനെ ആക്രമിച്ചു എന്ന് ആത്യന്തികമായി കടുപ്പത്തോടെ പറയാനാവില്ല. അങ്ങനെ ഇറാൻ ആക്രമിച്ചില്ല. ഇറാൻ പടക്കം പൊട്ടിച്ച് പേടിപ്പിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആക്രമിക്കാനാണെങ്കിൽ ഇറാൻ്റെ കൈപ്പിടിയിൽ ഹോർമിസ് കടലിടുക്ക് എങ്ങനെയാണോ ഉള്ളത് അതുപോലെയുണ്ട് മിഡിൽ ഈസ്റ്റ്. അവിടെ ഈ കപ്പം വാങ്ങിച്ച് കിടക്കുന്ന ഈ അമേരിക്കക്കാരൻ്റെ പ്രതിരോധമൊന്നും പ്രതിരോധമല്ല എന്ന് ഇറാൻ കാണിച്ചു കൊടുക്കുകയായിരുന്നു. ആ ഇറാൻ്റെ എല്ലാ ശേഷിയും തീർന്നു എന്ന് പറഞ്ഞ അമേരിക്ക ഹോർമിസ് തുറക്കാനായി ആക്രമിക്കും എന്ന് പറഞ്ഞ നേരത്ത് സമാധാന കരാറിലേക്ക് അങ്ങ് എത്തിപ്പെടുകയായിരുന്നു. അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ. സാമ്പത്തിക പ്രശ്നങ്ങൾ, എണ്ണവില, ഇതെല്ലാം കൊമ്പ് കുത്തിക്കുന്ന അവസ്ഥ. വേറൊരാൾക്ക് വേണ്ടി അടിക്കാനിറങ്ങി സ്വന്തം മൂട് കീറിപ്പോയാൽ പിന്നെ അവനെ കൈവിട്ടിട്ട് സ്വയം രക്ഷ തേടണം എന്ന് പറഞ്ഞ തന്ത്രമാണ് ഇവിടെ ട്രംപ് ഉപയോഗിച്ചത്. അതിനൊരു പ്രൊഡക്റ്റീവ് ടോക്കൊക്കെ അതിലേക്ക് കൊണ്ടുവന്നേ ഉള്ളൂ. ആരോടാണ് ഇറാൻ നേരിട്ട് അമേരിക്കയോട് സംസാരിക്കുക? ആ രാജ്യത്തിൻ്റെ തലവനെ വധിച്ച ശേഷം, ഒരു വൃദ്ധനായ മനുഷ്യനെ ഉന്മൂലനം ചെയ്ത ശേഷം ലോകത്തെ നീചൻ പോയി എന്ന് പറഞ്ഞപ്പോൾ ആകെ അതിനോടൊപ്പം കൂടിയവർ 2-3 പേരേ ഉള്ളൂ. ഒന്ന് ട്രംപ്, പിന്നെ നമ്മുടെ ഇവിടുത്തെ വിസ്ഡംകാർ. മോഡി പോലും മൗനം പാലിച്ചതേ ഉള്ളൂ. ബാക്കി ആരും അതിലേക്ക് പോയില്ല. അങ്ങനത്തെ ഒരു തിരിച്ചടി നൽകി ഇറാൻ ഇന്ന് നിവർന്നു നിൽക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഒരു നിവർന്നു നിൽപ്പാണത്. പക്ഷേ ഇറാൻ ആവശ്യപ്പെടണം. എന്താവശ്യപ്പെടണം? തങ്ങളുടെ നിരോധനം നീക്കണമെന്നും നഷ്ടപരിഹാരം വേണമെന്നും അമേരിക്കയോട് ഇറാൻ ആവശ്യപ്പെടുന്നുവെങ്കിൽ അവിടെയാണ് വീണ്ടും കാലമേ സാക്ഷി എന്ന് പറയുന്നത്. കാലത്തെ കൊണ്ട് തന്നെ സത്യം ചെയ്ത വിശുദ്ധ ഖുർആൻ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ സംസാരിക്കുകയായിരുന്നു. അബാബീൽ പക്ഷികളെ കൊണ്ട് പടയെ എറിഞ്ഞിട്ട കഥ. വെള്ളം ഉപയോഗിച്ച് ഒരു വലിയ സൈന്യത്തെ വെള്ളമായുധമാക്കി പ്രതിരോധിക്കുന്ന ഒരു പുതിയ യുദ്ധത്തിൻ്റെ ചരിത്രം. ഇവിടെ ഒന്ന് യൂറോപ്യന്മാർ ഉറപ്പിച്ചു, ആ സംസ്കൃതിയെ തുടച്ചു നിൽക്കാനാവില്ല, ആ സംസ്കൃതിയെ ഉന്മൂലനം ചെയ്യാനാവില്ല. അവർ കീഴടങ്ങുന്നവരല്ല. അവർ പോരാടി മരിച്ചാലും ആ പോരാട്ടം അവർ തുടരുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. പക്ഷേ കഷ്ടനഷ്ടങ്ങൾ ഒത്തിരിയുണ്ട് അവർക്ക്. ഒരുപാട്
നഷ്ടങ്ങളുണ്ട്, സാമ്പത്തിക തകർച്ചയുണ്ട്. ഈ സാമ്പത്തിക തകർച്ചയെയാണ് ചൈനയും മറ്റുള്ള രാജ്യങ്ങളും ഈ ദുരുപയോഗം നടത്തുന്നത്. അമേരിക്കയുടെ അത്തരമൊരു ഇസ്രയേൽ പ്രേമത്തിന് കൊടുക്കേണ്ടി വരുന്ന വിലയാണ് ചൈനയുടെ വളർച്ച, റഷ്യയുടെ മുതലാക്കൽ. അതെല്ലാം അമേരിക്കയ്ക്ക് സംഭവിക്കുന്നത് ഇസ്രയേൽ പ്രണയത്തിൽ നിന്നാണ്. കാരണം ഇസ്രയേലിൻ്റെ താല്പര്യത്തിന് വേണ്ടി ഇറാൻ്റെ മേൽ ഉപരോധം കൊണ്ടുവരുമ്പോൾ ആ ഉപരോധത്തിൻ്റെ സൗകര്യം മുഴുവൻ 50% ഡിസ്കൗണ്ടിന് എണ്ണ വാങ്ങിച്ച് ചൈന ആസ്വദിക്കുകയാണ്, റഷ്യയും ആസ്വദിക്കുകയാണ്. പക്ഷേ നമ്മളെപ്പോലെയുള്ള രാജ്യങ്ങൾക്കൊന്നും അവിടെ നിന്ന് വാങ്ങാൻ കഴിയാത്തവണ്ണം ഉപരോധം നിലനിർത്തിയിട്ട് നമ്മൾ വലിയ വിലയ്ക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുകയാണ്. ഇറാൻ്റെ ഉപരോധം പിൻവലിച്ചാൽ ലോകത്തെ എണ്ണവില ഗണ്യമായി കുറയും. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആധുനിക കാലത്തിൻ്റെ ഭീകരവാദികൾ ആരെന്ന ചോദ്യത്തിന് അതിനുള്ള ഉത്തരമായി ഈ രണ്ട് രാജ്യങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതിനെ തലോടിയും അതിനെ തടവിയും ഒക്കെ പലരും പ്രഭാഷണം നടത്തുമ്പോൾ നമുക്ക് രോഷമുണ്ടായി പോകുന്നത്. അത് ഹൃദയത്തിൽ നിന്നുള്ള രോഷമാണ്. കാരണം അത്രമേൽ അനീതി കൊണ്ട് പൊറുതിമുട്ടിയ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇറാൻ ജയിക്കുമ്പോൾ നമ്മുടെ ആരോ അല്ലെങ്കിൽ ഇറാൻ പ്രതിരോധിക്കുമ്പോൾ നമ്മുടെ എന്തോ എന്നുള്ളതല്ല. ഈ കാടത്തത്തെയും അനീതിയെയും ഒരാൾക്കെങ്കിലും എഴുന്നേറ്റ് നിന്ന് എതിർക്കാൻ കഴിഞ്ഞുവല്ലോ എന്ന ചിന്തയാണ്. മുട്ടിലെഴിഞ്ഞ് മന്തി കഴിക്കുന്നവരുടെ നാട്ടിൽ നിവർന്നു നിന്നൊരുത്തൻ അവനെക്കൊണ്ടാകും പോലെ പോരാടിയതിൻ്റെ കഥ. ആ കഥയാണ് ഇറാൻ്റെ ഈ പ്രതിരോധത്തിൻ്റെ ചരിത്രം.